CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കേരളീയ നവോത്ഥാനം ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സംയുക്തിക തുടർച്ച എന്ന പോലെയാണ് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ ഗുരുവായൂരിൽ സമരം നടക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1930-കളുടെ മധ്യത്തിലാണ്. അപ്പോഴേക്ക് കേരളത്തിൽ കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി ശക്തിപ്പെടുകയും സോഷ്യലിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യമാവുകയും ഗുരുവായൂർ സത്യാഗ്രഹമാകുമ്പോഴേക്ക് അതിന്റെ നേതൃത്വം കേളപ്പൻ മാത്രമായിരുന്നില്ല. കൃഷ്ണപിള്ളയും AKGയും എല്ലാം ഗുരുവായൂരിൽ സത്യാഗ്രഹിയായി നിരാഹാരം അനുഷ്ഠിച്ചത് AKGയാണ്. ബ്രാഹ്മണർക്ക് മാത്രം തൊടാൻ അവകാശമുണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി അന്നത്തെ നിയമം ലംഘിച്ച് കടന്നു ചെന്ന് മണിയടിച്ചത് വിപ്ലവകാരിയായ കൃഷ്ണപിള്ളയായിരുന്നു. അന്ന് അവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വം കൃഷ്ണപിള്ളയെ മർദ്ദിച്ച് അവശനാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അടികൊണ്ട് ചോരയൊഴുകുന്ന തലയുമായി അന്ന് കൃഷ്ണപിള്ള പറഞ്ഞു, അന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടി ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ നായർ പ്രമാണിമാരായി. ആ നായർ പ്രമാണിമാരോട് കൃഷ്ണപിള്ള പറയുന്നുണ്ട്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും എന്നാണ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ചെന്താമരാക്ഷൻ സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം H. ജെയിൻ തുടങ്ങിയവർ സംസാരിച്ചു.